ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് അങ്ങനെ മാർക്കറ്റ് ഒരു 300 പോയിന്റിലധികം നിഫ്റ്റി ഇടിവ് രേഖപ്പെടുത്തി. എക്സ്പെക്റ്റഡ് ചെയ്ത ഒരു ഫോളാണ്. കാരണം ഇറാൻ US ആ ഒരു സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയാണ്. ട്രംപിന് ഇറാൻ കൊടുത്ത ആ ഒരു മറുപടി അത് അൺഅക്സെപ്റ്റബിൾ ആണ് എന്ന് ട്രംപ് ഒരു റിപ്ലൈ കൊടുത്തതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ഫിയർ ഫോം ചെയ്തിരുന്നു. കൂടാതെ തന്നെ ഹോർമസിൽ പുതിയ അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓയിൽ പ്രൈസ് വീണ്ടും സ്പൈക്ക് ചെയ്തു, 105 വരെ സ്പൈക്ക് ചെയ്തു. ഇതിനിടെ ഇറാനെ സഹായിച്ചു എന്ന് ആരോപിച്ച് ചൈനീസ് കമ്പനികൾക്ക് US സാങ്ഷൻ ഏർപ്പെടുത്തി. അത് ചൈന ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. നെക്സ്റ്റ് വീക്ക് ട്രംപും ചൈനീസ് പ്രസിഡന്റ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇറാൻ ഈ ഓയിൽ ട്രേഡ് സാങ്ഷൻ അങ്ങനെയുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. ഇതിനിടെ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഏജൻസീസും ഈ ഒരു ഫ്യൂൽ പ്രൈസ്, ഇൻഫ്ലേഷൻ, സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ, ഗ്ലോബൽ റിസഷൻ ഈ ഒരു കാര്യങ്ങളിൽ ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാവണം നമ്മളുടെ PM മോഡി രാവിലെ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പോ ഒരു സൂചന എന്നുള്ള രീതിയിൽ നമുക്കും ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണം, രാജ്യം കുറച്ച് കാര്യക്ഷമമായ രീതിയിൽ നമ്മൾ പണം വിനിയോഗിക്കണം, പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ നമ്മൾ ഒപ്റ്റ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിൻ്റെയും ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. എനിവേ മാർക്കറ്റ് നെഗറ്റീവായിട്ട് നിന്ന് ട്രേഡിങ് അവസാനിപ്പിച്ചപ്പോൾ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത് ടൈറ്റാൻ, ഇൻഡിഗോ, SBI, എറ്റേണൽ, ഭാരത് എയർടെൽ തുടങ്ങിയ കമ്പനീസാണ്. ടൈറ്റാൻ 6.7% ഇടിവ് രേഖപ്പെടുത്തി. പിടിച്ചു നിന്നത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റാണ്. മാക്സ് ഹെൽത്ത് കെയറും കോൾ ഇന്ത്യയും സൺ ഫാർമയും HUL ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത കമ്പനികളാണ്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിൻ്റെ 6 ലക്ഷം കോടി ഇന്ന് സിംഗിൾ ഡേ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയിപ്പോയി എന്നുള്ള ന്യൂസാണ്. ഈ ഡിഫൻസ് സെക്ടറുകളിൽ ഒരു ഫ്രഷ് ബൈയിങ് കണ്ടു. കൂടാതെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പുതിയ കണക്കുകൾ പ്രകാരം സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇൻഫ്ലോ 6,885 കോടി രൂപ വർദ്ധിച്ചു. ഏതിൽ നിന്ന്? 6,263 നിന്ന്. കൂടാതെ തന്നെ മിഡ് ക്യാപ്പിൻ്റെയും ഫണ്ട് ഇൻഫ്ലോ വർദ്ധിച്ചു. 6,063 നിന്ന് 6,551 വർദ്ധിച്ചു. ലാർജ് ക്യാപ്പ് ഫണ്ട് ഇൻഫ്ലോ എന്നാൽ ചെറിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് ഇൻഫ്ലോ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലെ 40,366 കോടി രൂപയിലേക്ക് വർദ്ധിച്ചു എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ടോട്ടൽ അസറ്റ് മാനേജ്മെൻറ്റും AUM 73.73 നിന്ന് 81.92 ഉയർന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ്. ടാറ്റ കൺസ്യൂമറിൻ്റെ തന്നെ റിസൾട്ട് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും രാവിലെ പ്രീ മാർക്കറ്റ് ന്യൂസ് ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ പ്രീ മാർക്കറ്റ് നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാറില്ല, നമ്മുടെ യൂട്യൂബിൽ ചാനലിൽ ഉണ്ടാകും. സിയാദ് ഇല്ലിക്കൽ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഇനി ഒരുപാട് ഡേറ്റ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. CPI ഇൻഫ്ലേഷൻ ഡേറ്റ നാളെ ഇന്ത്യയുടെ, ബുധനാഴ്ച US ഇൻഫ്ലേഷൻ ഡേറ്റ എല്ലാം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പ്രധാന ഗ്ലോബൽ ഈവൻ്റാണ്. നമുക്കിനി ഗ്ലോബൽ ഈവൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $4,662, സിൽവർ 80 ബിറ്റ്കോയിൻ 81,000 സസ്റ്റൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ബ്രന്റ് ഓയിൽ 103, നാച്ചുറൽ ഗ്യാസ് സ്പൈക്ക് ചെയ്ത് 2.7. ഏറ്റവും താഴെപ്പെട്ട ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവിൽ ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇന്ത്യ വിക്സ് കാണാം 10% സ്പൈക്ക് ചെയ്തു. US ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും ഇടിവിലാണ്. US ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും ഇടിവിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് ഇടിവിലാണ്. ഇന്ത്യ വിക്സ് 10% സ്പൈക്കിലാണ്. ക്രൂഡ് സ്പൈക്ക് ചെയ്ത്. കൂടാതെ തന്നെ മറ്റ് കമ്മോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ റേറ്റ് കാണാം, സിൽവർ കണ്ടു, ക്രൂഡ് ഓയിൽ കണ്ടു, നാച്ചുറൽ ഗ്യാസ് കണ്ടു, അലൂമിനിയം കാണാം 374.3 എന്ന നിലയിലാണ് അലൂമിനിയത്തിൻ്റെ പ്രൈസ് ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യമുള്ളത് IPO ആണ്. നമ്മൾ ഡിവിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഡിവിഡൻറ്റിലേക്ക് കടക്കുന്നില്ല. എങ്കിലും നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ 8-ാം തീയതി കാനറ ബാങ്കിൻ്റെ ഡിവിഡൻറ്റുണ്ട്, L&Tയുടെ ഡിവിഡൻറ്റ് ഡിവിഡൻറ്റ് ഡേറ്റ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് അതിലേക്ക് പോകുന്നില്ല. പെട്ടെന്ന് നമുക്ക് IPOയുടെ വിവരങ്ങൾ നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും IPOയിൽ 2 രീതിയിലാണ്. SME IPO ഉണ്ട്, മെയിൻ ബോർഡ് IPO ഉണ്ട്. ബാക്ക് മെയിൻ എന്ന് പറയുന്ന ഒരു IPO 5 മെയ് മുതൽ 7 മെയ് വരെ ഇപ്പോൾ ഓപ്പൺ ആണ്. ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് 15 മെയ് ആണ്. പിന്നെ ഉള്ളതെല്ലാം തന്നെ SME IPO ആണ്. പൊതുവേ ആളുകൾ മെയിൻ ബോർഡ് IPO ആണ് അപ്ലൈ ചെയ്യാറ്.
ഇനി നമുക്ക് അപ്കമ്മിങ് റിലയൻസിൻ്റെയും ജിയോയുടെയും NSCയുടെയും ഓയോയുടെയും എല്ലാം തന്നെ സെപ്റ്റോയുടെ എല്ലാം തന്നെ IPO വെയിറ്റിംഗ് ആണ്. ഇത് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡിസ്കസ് ചെയ്യാം, നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ഇനി കുറച്ചൊന്ന് ഒരുപാട് പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, Q4 ഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്കൊന്ന് ആദ്യം പോകുകയാണെങ്കിൽ PVR ഇനോക്സിൻ്റെ റിസൾട്ട് വന്നു. ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ് 125 കോടി രൂപ, ഇത്തവണ 190 കോടി രൂപ പ്രോഫിറ്റായി. UPL കമ്പനി 1061 കോടി രൂപ, അതായത് 18% നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തി. കാനറ ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 10% ഒരു ഇടിവാണ് ഈ തവണ കാനറ ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. ശ്യാം മെറ്റാലിക്സ് ആവട്ടെ 219 നിന്ന് 320 പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് കമ്പനി 53 നിന്ന് 43 പ്രോഫിറ്റ് ഇടിഞ്ഞു, സ്റ്റോക്ക് നിന്ന് 8% ഇടിഞ്ഞു. ഗ്രോനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഈ ടൈഗർ ഗ്ലോബൽസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രോയുടെ ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയും ഇവർ അവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. ഡിസ്കൗണ്ട് പ്രൈസിലാണ് സെല്ല് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഗ്രോ ഇന്ന് 5.4% ഇടിവ് രേഖപ്പെടുത്തി. കല്യാൺ ജ്വല്ലേഴ്സ് ഇടിയാനായിട്ടുള്ള കാരണം ഈ സ്വർണം വാങ്ങുന്നത് ഒന്ന് സൂക്ഷിച്ച് വേണമെന്ന് PM മോഡിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ന് 9% ഇടിവ് രേഖപ്പെടുത്തി. ഫിസിക്സ് വാല അവർക്കൊരു ഇവരുടെ കമ്പനിയുടെ ടാർഗറ്റ് HSBC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഉയർത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം, 23,850 ആണ് സ്പോട്ട് ഉള്ളത്. PCR 0.5 ആണ്. അൾട്രാ ബിയർഷ് എന്നുള്ള രീതിയിലാണ് കൂടുതൽ ആളുകൾ കോൾ ഷോർട്ട് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മേജർ സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 23,500 ആണ് മേജർ സപ്പോർട്ടായിട്ട് നിലവിലുള്ളത്. ഇനി നമുക്കറിയാം മാർക്കറ്റ് ഈ IMF, അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പോലെയുള്ള ഏജൻസീസ് എല്ലാം തന്നെ റിസഷൻ സാധ്യതകളെല്ലാം തന്നെ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ എല്ലാം തന്നെ ആ ഒരു വാർണിംഗ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു യുദ്ധം അത് ഒരു സുഖമായി ഇത് അവസാനിക്കുന്ന സാഹചര്യങ്ങൾ അത് കുറഞ്ഞു വരാണ്. ഈ ഇറാൻ്റെ പ്രപ്പോസൽ ട്രംപ് തള്ളി, അതായത് ഈ US തന്നെയായിരുന്നു ഇറാൻ ആദ്യം ഒരു പ്രപ്പോസൽ കൊടുത്തത്. അപ്പോൾ അത് ഇറാൻ പരിശോധിച്ചിട്ട് തള്ളി. ഇനിയിപ്പോൾ ഇതിൻ്റെ മീഡിയേറ്ററായിട്ടൊക്കെ നിൽക്കുന്നത് പാകിസ്ഥാനാണ്. എത്ര നാൾ മീഡിയേറ്റർ ആയിട്ട് ഇവർക്ക് പാകിസ്ഥാനിൽ നിൽക്കാൻ പറ്റുമെന്നറിയില്ല, കാരണം പാകിസ്ഥാനിലും ഷിയ വിഭാഗങ്ങൾ ഉണ്ട്. ഇറാനായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ ഈ യുദ്ധം തുടങ്ങുന്ന ആദ്യ സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ ബോർഡറിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും എല്ലാം ഒരു യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിലേക്ക് ഇൻ കേസ് പോവുകയാണെങ്കിൽ, അത് അഫ്ഗാനുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യനായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർ ഈ ഒരു മധ്യസ്ഥത വഹിക്കുന്ന അതിൽ നിന്ന് ഭാഗികമായിട്ട് പിന്മാറുകയോ അവർക്ക് അതിനുള്ള സമയം ഇല്ലാതിരിക്കുകയോ ചെയ്യും. അങ്ങനൊരു സാഹചര്യം വന്നാൽ ഇതിനാര് മധ്യസ്ഥത വഹിക്കും? അപ്പോൾ ആ ഒരു കാര്യം ഇൻവെസ്റ്റേഴ്സ് എല്ലാ ആളുകളും മനസ്സിൽ നിന്ന് ഓർക്കുക. ശുഭരാത്രി നേരുന്നു. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.